റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളും നമ്മിൽ നിന്ന് വിട പറയുകയാണ്. മഗ്ഫിറത്തിൻ്റെ 10 നേരത്തെ വിട പറഞ്ഞു. ഇത്തുക്കും മിനന്നാർ നമ്മിൽ നിന്ന് വിട ചോദിക്കുകയാണ്. യഥാർത്ഥമായ രീതിയിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷിയാൽ. ഷിയാൽ എവിടെ നിന്നാണ്? പുതുപന്നാനി. ഷിയാൽ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. ചോദ്യം ചോദിക്കട്ടെ? ഷിയാൽ ഉത്തരം പറയാൻ പറ്റുമോ? ആരൊക്കെ ഉള്ളത് അവിടെ? ഉപ്പച്ചി. അവരോട് ചോദിക്കണം കേട്ടോ, എന്നിട്ട് പറയണം കേട്ടോ. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന് 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, മലബാറിൻ്റെ പഴയ തലസ്ഥാന തുറമുഖം ഏതായിരുന്നു? മലബാറിൻ്റെ പഴയ തലസ്ഥാന തുറമുഖം. ഓപ്ഷൻ 1 കൊടുങ്ങല്ലൂര്, 2 കോഴിക്കോട്, 3 തിരുവനന്തപുരം. ഇതിലേതാണ് ശരിയായ ഉത്തരം? 2 കോഴിക്കോട്. കോഴിക്കോട് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം കൊടുങ്ങല്ലൂരാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ. എവിടുന്നാണ്? പള്ളപ്പുറം. ഫാത്തിമ പഠിക്കണോ? എത്രാം ക്ലാസ്സിലാണ്? 4. ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ? ഒന്നാമത്തെ ചോദ്യം, ഉസ്മാനിയ ഭരണകൂടം എത്ര കാലം നീണ്ടുനിന്നു? ഉസ്മാനിയ ഭരണകൂടം എത്ര കാലമാണ് നീണ്ടുനിന്നത്? ഓപ്ഷൻ 1 1 നൂറ്റാണ്ട്, 2 2 നൂറ്റാണ്ട്, 3 3 നൂറ്റാണ്ട്. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഉസ്മാനിയ ഭരണകൂടം എത്ര കാലം നീണ്ടുനിന്നു? എത്ര കാലമാണ് ഉസ്മാനിയ ഭരണകൂടം ഉണ്ടായത്? 1 നൂറ്റാണ്ട്, 2 നൂറ്റാണ്ട്, 3 നൂറ്റാണ്ട്. ഏതാണ് ശരിയായ ഉത്തരം? 3 നൂറ്റാണ്ട്. 3 നൂറ്റാണ്ട്. 3 നൂറ്റാണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ഉറപ്പിക്കാല്ലേ? 3 നൂറ്റാണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 2 നൂറ്റാണ്ടാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
മിൻഹ എവിടുന്നാണ്? പുതുവന്നാനി. പുതുപന്നാനി. ചോദ്യം ചോദിക്കട്ടെ. ആ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2 പാട്ട് പാടോ? ഇല്ല. എന്താ പാടാത്ത്? അറിയില്ല. പാട്ട് പാടാൻ അറിയില്ലെന്നോ? അല്ലാ, വെറുതെ പറയല്ലേ? അല്ല. അല്ല. എന്നാ ചോദിക്കട്ടെ. ആ അവിടെ ഉള്ളവരോടൊക്കെ ചോദിക്കണം കേട്ടോ, എന്നിട്ട് ഉത്തരം പറയണം കേട്ടോ. ആ ഒന്നാമത്തെ ചോദ്യം, ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന ഒരു പ്രവാചകൻ. ഏതാണ് ആ പ്രവാചകൻ? ഓപ്ഷൻ 1 മൂസാ നബി അലൈഹിസ്സലാം, 2 ഈസാ നബി അലൈഹിസ്സലാം, 3 ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇതിലേതാണ് ശരിയായ ഉത്തരം? മൂസാ നബി. മൂസാ നബി. ആ മൂസാ നബി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച ഒരു പള്ളി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്തൊരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ പേരെന്താണ്? ഓപ്ഷൻ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി. ഏതാണ് ശരി? ഒന്നുകൂടി പറയൂ ചോദ്യം. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയുടെ പേരെന്താണ്? ഓപ്ഷൻ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ആ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. ആ മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന. ഹലോ, ഹലോ. ശ്രദ്ധിക്കുന്നുണ്ടോ? ആ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് സൂറത്തുൽ ഫത്തഹിലാണത്. ഹലോ, ആ സൂറത്തുൽ ഫത്തഹിലാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് അതിന് തുടക്കം. ആ എന്നാൽ സൂറത്തുൽ ഫത്തഹിലെ എത്രാമത്തെ ആയത്താണ് അത്? ഓപ്ഷൻ ഓപ്ഷൻസ് 29, 30, 31. ഒന്നുകൂടി പറയൂ ചോദ്യം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ ഫത്തഹിലാണ്. സൂറത്തുൽ ഫത്തഹിലെ എത്രാമത്തെ ആയത്താണ്? പെട്ടെന്ന് പറയണം. ആ ഓപ്ഷൻ 29, 30, 31. 29. 29. ആ ഉറപ്പിക്കാം? ആ ലോക്ക് ചെയ്യട്ടെ? ആ ലോക്ക് ചെയ്തിട്ടോ? ആ ഇനി മാറ്റാൻ പറ്റൂല. ആ എന്തത്ര ഉറപ്പ്? ശരിയാവുന്നത്. മുസാഫെടുത്ത് നോക്കിയോ? ഇല്ല. മൊബൈല് നോക്കിയോ? ഇല്ല. നോക്കാതെ എത്ര ഉറപ്പ് എന്ന് പറയണ എന്താ? എന്താ അത്ര ഉറപ്പ് പറയാ? ഉപ്പച്ചി പറഞ്ഞതാ. ഉപ്പച്ചി പറഞ്ഞതാണ്. ഉപ്പച്ചി പറഞ്ഞതാ? ആ ഉപ്പച്ചിക്ക് എന്താ പണി? ഗൾഫില്. ഗൾഫിലാ? ആ ആ. ഉപ്പച്ചി പറഞ്ഞതാ? ആ ഉപ്പച്ചി ഖുറാൻ നോക്കി പറഞ്ഞതാ? അല്ല. ഉറപ്പാ? ആ എന്നാ ശരിയാവോ നോക്കല്ലേ? ആ ശരിയാവാൻ സാധ്യത ഉണ്ടോ? ആ സാധ്യത കാണില്ലല്ലോ. ഉണ്ട്. ഉണ്ടാ? ആ ഉറപ്പന്നെ? ആ എന്നാ നോക്കല്ലേ? ആ ശരിയായാലും എന്താ ഉണ്ടാവുക? സമ്മാനം കിട്ടും. സമ്മാനം കിട്ടൂലേ? ആ ആ. ശരിയായില്ലെങ്കിൽ സമ്മാനം പോവില്ലേ? ആ എന്താ ചെയ്യല്ലേ? ആ നോക്കല്ലേ? ആ
നിങ്ങൾ പറഞ്ഞ ഉത്തരം സൂറത്തുൽ ഫതഹിലെ 29-ാമത്തെ ആയത്ത് എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാഹ്. സമ്മാനം നേടിട്ട് കേട്ടോ. ആ. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് കമറുനിസ. കമറുനിസ എവിടുന്നാണ്? പൊന്നാനി. പൊന്നാനി. ആ ആ. നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് വിളിക്കണം അല്ലേ? ആ ആ. ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ? ആ, ഓക്കെ. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ. ആ ആ. സൂറത്തുകളുടെ കിരീടമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ സ്വഹാബി ആരാണ്? ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കോ? സൂറത്തുകളുടെ കിരീടമാണ് ആ ആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ആ. ഇത് സൂറത്തുകളുടെ കിരീടമാണ് എന്ന് പറഞ്ഞ സ്വഹാബിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഒന്ന് പറഞ്ഞു. ഓപ്ഷൻ 1 ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, 2 അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, 3 അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഒന്നും കൂടി പറയോ? ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? രണ്ടല്ലേ? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണെന്ന് നോക്കല്ലേ? ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ജഅഫർ സാദിഖാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സലീന. സലീന എവിടുന്നാണ്? വണ്ടിപ്പേട്ട. വണ്ടിപ്പേട്ട. ചോദ്യം ചോദിക്കാം. ആ, ചോദിക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ. ആ ആ. ഒന്നാമത്തെ ചോദ്യം, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്രയാണ്? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്രയായിരുന്നു? 18 വർഷം, 19 വർഷം, 20? ഓപ്ഷൻസ് ഒന്നോടും പറയോ? 18, 19, 20. 18. 18 ആണോ? ഉറപ്പിക്കാം. 18 എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? 18 എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 20 ആണ് കേട്ടോ. ശരി സ്വാമി. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്,
തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 0494 2680 416.